Good morning, friends. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ടാക്സിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് ബിസിനസ് ട്രസ്റ്റ് എന്ന് പറയും. സോ ഈ ബിസിനസ് ട്രസ്റ്റിനും ഈ ട്രസ്റ്റിനകത്തുള്ള യൂണിറ്റ് ഹോൾഡേഴ്സും ദാറ്റ് മീൻസ് ഈ ബിസിനസ് ട്രസ്റ്റിൻ്റെ പാർട്ടായിട്ട് വരുന്ന യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെ ടാക്സ് ലയബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മനസ്സിലായി? നോർമലി എല്ലാത്തിനകത്തും ചെയ്യുന്നത് പോലെ തന്നെ ചില ഇൻകങ്ങൾ നമ്മുടെ ബിസിനസ് ട്രസ്റ്റിന് എന്തായിരിക്കും, എക്സംപ്റ്റഡ് ആയിരിക്കും. സോ അങ്ങനെ വരുന്ന ബിസിനസ് ട്രസ്റ്റിന് എക്സംപ്റ്റഡ് ആയിട്ട് വരുന്ന ഇൻകംസ് ആർക്ക് ടാക്സബിൾ ആയിരിക്കും? യൂണിറ്റ് ഹോൾഡേഴ്സിന് ടാക്സബിൾ ആയിരിക്കും. മനസ്സിലായി? ഇനി അതേ ബിസിനസ് ട്രസ്റ്റിൻ്റെ ടാക്സബിൾ ആയിട്ട് കയറി വരുന്ന ഇൻകം, അങ്ങനെ ടാക്സബിൾ ആയിട്ട് കയറി വരുന്ന ഇൻകത്തിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരില്ല? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് ഹോൾഡേഴ്സിന് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. മനസ്സിലായി? എല്ലാത്തിനകത്തും കയറി വരുന്ന ഒരു കോമൺ റൂളാണ്. നമ്മളത് തുടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തെന്ന് മാത്രം. വൺസ് അഗൈൻ, അതായത് ബിസിനസ് ട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, അവരുടെ ടാക്സ് റേറ്റ് എത്രയാണ്, എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണം. അവരുടെ ടോട്ടൽ ഇൻകത്തിനകത്ത് എത്ര എമൗണ്ട് ആണോ എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നത്, ആ എക്സംപ്റ്റഡ് ആയിട്ട് വരുന്ന ഇൻകം യൂണിറ്റ് ഹോൾഡേഴ്സിന് വീതിച്ച് കൊടുക്കുകയാണെങ്കിൽ യൂണിറ്റ് ഹോൾഡേഴ്സ് അതിന് ടാക്സ് അടക്കണം. ഇനി ഇത് ഇങ്ങനെയല്ല, ദാറ്റ് മീൻസ് ഇത് ടാക്സബിൾ ആണ്. ആരുടെ ഇൻകം? ഈ ബിസിനസ് ട്രസ്റ്റിന്റെ ഇൻകം ടാക്സബിൾ ആണ്, അതിന് അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എഗെയിൻ ആര് ടാക്സ് കൊടുക്കേണ്ടി വരില്ല? ഈ പറയുന്ന യൂണിറ്റ് ഹോൾഡേഴ്സ്, ഈ ബിസിനസ് ട്രസ്റ്റിന്റെ യൂണിറ്റ് ഹോൾഡേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. മനസ്സിലായി? സോ എന്താണ് ബിസിനസ് ട്രസ്റ്റ് എന്ന് മനസ്സിലാക്കണം. നോക്കാം. മീനിങ് സെക്ഷൻ 213A. The business trust means a trust registered as an infrastructure investment trust under SEBI and a real estate investment trust under the SEBI. മനസ്സിലായി? അതായത് രണ്ട് ട്രസ്റ്റുകളെയാണ് നമ്മൾ ബിസിനസ് ട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. ഏതൊക്കെയായിരുന്നു? ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ എ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. ഇനി ദ യൂണിറ്റ് ഓഫ് വിച്ച് ആർ റിക്വയർഡ് ടു ബി ലിസ്റ്റഡ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് അപ്പോസൈഡ് റെഗുലേഷൻസ്. അതായത് സെബി റെഗുലേഷൻസ് പ്രകാരം ഈ പറഞ്ഞിരിക്കുന്ന ട്രസ്റ്റിന്റെ യൂണിറ്റ്സ് സെബിയിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. മനസ്സിലായി? സോ ബിസിനസ് ട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയായിരുന്നു? ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റും ആയിരിക്കണം ആൻഡ് ദ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റും ആയിരിക്കണം. ഏതിന്റെ കീഴിൽ വരുന്നത്? സെബിയുടെ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതായിരിക്കും. ഇനി ടാക്സ് ട്രീറ്റ്മെന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ട്രസ്റ്റ്. അതായത് ട്രസ്റ്റിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ്, ടാക്സ് ലയബിലിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അത് കണ്ടുപിടിക്കുന്നതിന് കണ്ടോ, ദ ഫോളോയിങ് ഇൻകംസ് ആർ എക്സംപ്റ്റഡ്. അതായത് ട്രസ്റ്റിന് കിട്ടുന്ന ഇനി പറയുന്ന ഇൻകങ്ങൾ എക്സംപ്റ്റഡ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? യൂണിറ്റ് ഹോൾഡേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻകം ഓഫ് ബിസിനസ് ട്രസ്റ്റ് സെക്ഷൻ 1023FC. മനസ്സിലായി? അതായത് ആദ്യം പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കേസ് പറഞ്ഞില്ലായിരുന്നു അത്. സോ രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും റിയൽ എസ്റ്റേറ്റിന്റെയും. ആദ്യത്തിനകത്ത് 23FC-യും പിന്നെ ഒന്ന് FCA-യും വരും. നോക്കാം. എനി ഇൻകം ഓഫ് എ ബിസിനസ് ട്രസ്റ്റ് by way of interest received or receivable from the special purpose vehicle, പുതിയ ടേം SPV. അതായത് ഈ ബിസിനസ് ട്രസ്റ്റിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ കിട്ടുകയാണെങ്കിൽ അത് ട്രസ്റ്റിന് എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഡിവിഡൻഡ് റെഫേർഡ് ഇൻ സെക്ഷൻ 115O. ഏതാണ്? ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി. മനസ്സിലായി? സോ ഈ രണ്ട് സാഹചര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, എക്സംപ്റ്റഡ് ആണ്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മീൻസ് ആൻ ഇന്ത്യൻ കമ്പനി ഇൻ വിച്ച് ദ ബിസിനസ് ട്രസ്റ്റ് ഹോൾഡ് ദ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് എനി സ്പെസിഫിക് പെർസെന്റേജ് ഓഫ് ദ ഷെയർ ഹോൾഡിംഗ് ഓർ ഇൻട്രസ്റ്റ് as may be required by the regulation under which such a trust is granted registration. മനസ്സിലായി? അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഏതിനാ കേട്ടോ, കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യൻ കമ്പനിയിൽ അവർക്ക് കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഈ പറയുന്ന ട്രസ്റ്റിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയണേ. ആ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉള്ള പബ്ലിക് കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ കിട്ടുകയാണെങ്കിൽ ആ ട്രസ്റ്റിന് എക്സംപ്റ്റഡ് ആണ്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, the special purpose vehicle is not required to deduct tax at source on interest paid to the business trust. അതായത് ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ TDS ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് കൊടുക്കുന്ന നേരത്തെ TDS ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. However, the business trust is required to deduct tax at source at the rate of 10%, 5 in case of non-corporate, non-resident or foreign company on interest component of income distributed to the unit holders.
ഓക്കെ, അതായത് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഈ പറഞ്ഞ ബിസിനസ് ട്രസ്റ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന നേരത്ത് TDS പിടിക്കേണ്ട, TDS പിടിക്കാതെ തന്നെ ആ ഫുൾ എമൗണ്ട് നമുക്ക് എന്തായിട്ട് കൊടുക്കാം, ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കാം. പക്ഷേ ഈ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് യൂണിറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കുന്ന നേരത്ത് ആ ബിസിനസ് ട്രസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, കണ്ടോ, ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് TDS പിടിക്കേണ്ടി വരും 10%. നോർമൽ കേസിനകത്ത് 10% ആണ്. ഇനി നോൺ റെസിഡന്റോ ഫോറിൻ കമ്പനിയോ ആണെങ്കിൽ ഓക്കെ എന്ത് ചെയ്യാം, എത്ര ശതമാനം TDS പിടിക്കണം, 5% TDS പിടിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ, income of real estate investment, section 10 subsection 23 FCA. okay, so infrastructure ആണെങ്കിൽ 10 23 FCA യും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ 10 23 FCA യും. ഓക്കെ, അവിടെ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് നമ്മൾ പറഞ്ഞ എന്താ, ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ അത് എക്സെപ്റ്റഡ് ആണ്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി FCA പ്രകാരം ഏതാ, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആണെന്ന് വിചാരിക്കുക. നോക്കേ, എനി ഇൻകം ഓഫ് എ ബിസിനസ് ട്രസ്റ്റ് ബീങ് എ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ബൈ വേ ഓഫ് റെന്റിംഗ് ഓർ ലീസിംഗ് ഓർ ലെറ്റിംഗ് ഔട്ട് എനി റിയൽ എസ്റ്റേറ്റ് അസറ്റ്സ് ഓൺഡ് ഡയറക്ട്ലി ബൈ സച്ച് ട്രസ്റ്റ്, സച്ച് ബിസിനസ് ട്രസ്റ്റ്. ഓക്കെ, സോ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിന് അവർക്ക് കിട്ടുന്ന ഇൻകം ഏത് മുഖേനയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ റെന്റിങ്ങോ ലീസിങ്ങോ ലെറ്റിങ്ങോ ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ആ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് അവർക്ക് റെന്റോ ലീസോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിന് അവർ എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, എക്സെപ്റ്റഡ് ആണ്. ഓക്കെ, നോക്കി ടാക്സ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. The rent is credited or paid to a business trust being a real estate investment trust in respect of any real estate asset referred to in section 23 FCA owned directly by such a business trust. TDS under section 194I is not required to be deducted. Okay, TDS പിടിക്കേണ്ട ആവശ്യമില്ല. Business trust required to deduct tax at source at 10% എന്ത് ചെയ്യാം, on distributing such a rental income to the unit holders. ഓക്കെ, നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ആ കിട്ടുന്ന ഇൻകത്തിന് നമുക്ക് TDS പിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ കിട്ടുന്ന ഇൻകം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചാർജ് ചെയ്യേണ്ടി വരും, TCS എന്ന് പറയുന്ന ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TDS പിടിക്കേണ്ടി വരും 10%. ഓക്കെ, സോ രണ്ടും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കണേ, അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കണമെന്ന് മാത്രം. ഇനി അതർ ഇൻകം ഓഫ് ദ ബിസിനസ് ട്രസ്റ്റ്, നോക്കി സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 111A and 112. The total income of the businesses shall be charged to the maximum marginal rate. That means ഇതല്ലാതെ ബാക്കി എല്ലാത്തിനെയും നമ്മൾ ഏത് റേറ്റ് അനുസരിച്ച് ടാക്സ് കൊടുക്കേണ്ടി വരും, MMR, മാക്സിമം മാർജിനൽ റേറ്റ് പ്രകാരം ടാക്സ് കൊടുക്കേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായി? എന്താ MMR അറിയാലോ, 30% ആണ്, അതിൻ്റെ കൂടെ സർചാർജ് വരും, പിന്നെ അതിൻ്റെ കൂടെ സെസ് കൂടെ വരും. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താന്ന് പറയണേ, MMR എന്ന് പറയണേ. സോ ബിസിനസ് ട്രസ്റ്റിന്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ആ ടോട്ടൽ ഇൻകത്തിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും ആണ് കയറി വരുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, എക്സെപ്റ്റഡ് ആണ്. ബാലൻസ് എത്രയാണോ ഇൻകം കിട്ടുന്നത് അതിന് MMR അനുസരിച്ച് ടാക്സ് കൊടുക്കണം. ഇനി ഈ കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എത്രയാണോ യൂണിറ്റ് ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ എന്ന് നോക്കാം. ആ യൂണിറ്റ് ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നേരത്ത് എക്സെപ്റ്റഡ് ഇൻകത്തിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കണം. അതിന് ആര് ടാക്സ് കൊടുക്കണം, യൂണിറ്റ് ഹോൾഡേഴ്സ് ടാക്സ് കൊടുക്കണം. അല്ലാതെ ബിസിനസ് ട്രസ്റ്റ് ഓൾറെഡി ടാക്സ് കൊടുത്തിരിക്കുന്നതിന് ആര് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, യൂണിറ്റ് ഹോൾഡേഴ്സ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി നോക്കി ടാക്സ് ട്രീറ്റ്മെന്റ്, എനി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻകം റെഫേർഡ് section 115UA received by a unit holder from the business trust excluding the proportion of the income which is in the nature of referred to in section 23 FC or FCA is exempt. അതായത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അവിടെ ലൈബിൾ ആണെങ്കിൽ അവിടെ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ഹോൾഡേഴ്സിന് ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, ദാറ്റ് മീൻസ് ബിസിനസ് ട്രസ്റ്റ് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ഹോൾഡേഴ്സ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എനി ഇൻകം ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ ബിസിനസ് ട്രസ്റ്റ് ടു ദി യൂണിറ്റ് ഹോൾഡേഴ്സ് ഷാൽ ബി ഡീംഡ് ടു ബി of the same nature and the same proportion in the hands of unit holders as it had been received by or accrued to the business trust. മനസ്സിലായി? ആ പ്രൊപ്പോർഷൻ എങ്ങനെയാണോ ആ പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് if any previous year the distributed income received by a unit holder from the business trust is of the nature of as referred to section FC or FCA, then such a distributed income shall be deemed to be the income of such a unit holder and shall be charged to tax as income of the previous year. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് പറയണേ. അതായത് FC പ്രകാരമോ FCA പ്രകാരമോ നമുക്ക് അവിടെ എക്സെപ്റ്റഡ് ആണെങ്കിൽ, ബിസിനസ് ട്രസ്റ്റിന് എക്സെപ്റ്റഡ് ആണെങ്കിൽ അതിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും, യൂണിറ്റ് ഹോൾഡേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരും. മനസ്സിലായി? ഇനി നോക്കി അതർ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്. എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് പേയ്മെന്റ് ഓഫ് ദ ഇൻകം ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ബിഹാഫ് ഓഫ് എ ബിസിനസ് ട്രസ്റ്റ് ടു എ യൂണിറ്റ് ഹോൾഡർ ഷാൾ ഫർണിഷ് ദ സ്റ്റേറ്റ്മെന്റ് ടു ദ യൂണിറ്റ് ഹോൾഡേഴ്സ്.
അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് യൂണിറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കണം വിത്തിൻ 30th June of the financial year following the previous year during which the income is distributed. മനസ്സിലായി? സോ അടുത്ത ഫിനാൻഷ്യൽ ഇയറിന് എപ്പോ ജൂൺ 30-ന് മുമ്പ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി എപ്പോ കൊടുക്കണം? 30th November of the financial year following the previous year. മനസ്സിലായി? അതായത് ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് ടെസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആർക്കൊക്കെ കൊടുക്കണം? ഇതിന് യൂണിറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കണം, പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് കൊടുക്കണം. യൂണിറ്റ് ഹോൾഡേഴ്സിന് എപ്പോഴാണ് കൊടുക്കണ്ടേ? 30th June, അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ 30th June മുമ്പായിട്ട് കൊടുക്കണം. ഇനി ഈ പറഞ്ഞിരിക്കുന്നത് പോലെ അതോറിറ്റിക്ക് എപ്പോഴാണ് കൊടുക്കണ്ടേ? 30th November കൊടുക്കണം. മനസ്സിലായി? ഇനി എനി ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ഷെയർ ഓഫ് എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ടു എ ബിസിനസ് ട്രസ്റ്റ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് യൂണിറ്റ് അലോട്ടഡ് ബൈ ദാറ്റ് ട്രസ്റ്റ് ടു ദ ട്രാൻസ്ഫർ ഇസ് നോട്ട് റിഗാർഡഡ് ആസ് എ ട്രാൻസ്ഫർ ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. അതായത് നോക്കി, എനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്തായിരിക്കണം? ബീയിങ് ഷെയർ ഓഫ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ടു എ ബിസിനസ് ട്രസ്റ്റ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് യൂണിറ്റ്സ് അലോട്ടഡ് ബൈ ദാറ്റ് ട്രസ്റ്റ്. അതായത് നമ്മുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ ഷെയർസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഏതിന്? വേറൊരു ബിസിനസ് ട്രസ്റ്റിന്. എന്തിനാ? ഇൻ എക്സ്ചേഞ്ച് ഓഫ് യൂണിറ്റ് അലോട്ടഡ് ബൈ ദാറ്റ് ട്രസ്റ്റ്. അതായത് അവരുടെ യൂണിറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് 1023 പ്രകാരവും 1023 പ്രകാരവും നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ആണ്, രണ്ടാമത്തേനകത്ത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. രണ്ടിനകത്തും എക്സെപ്റ്റഡ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തിനകത്ത് പറഞ്ഞ എക്സെപ്റ്റഡ് എന്തായിരുന്നു? സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ കേസാണ് അല്ലെ? അവിടുന്ന് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ കാര്യങ്ങളോ ഒന്നും കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? ട്രസ്റ്റ് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തേനകത്ത് റിയൽ എസ്റ്റേറ്റിനകത്താണെങ്കിൽ ആ പ്രോപ്പർട്ടി, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെന്റോ അല്ലെങ്കിൽ വേറെ ലീസ് റെന്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിന് നമുക്ക് എക്സെപ്റ്റഡ് ആണ്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? സോ ബിസിനസ് ടെസ്റ്റ് ടാക്സ് കൊടുത്തില്ലെങ്കിൽ അതിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? യൂണിറ്റ് ഹോൾഡേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരും. എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എത്രയാണ് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, ആരുടെ ബിസിനസ് ടെസ്റ്റിന്റെ ഇൻകത്തിനകത്ത് എത്രയാണ് യൂണിറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്, അതിനനുസരിച്ച് ടാക്സ് കൊടുക്കേണ്ടി വരും. മനസ്സിലായി? നമ്മുടെ മെറ്റീരിയലിൽ തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. അതേ പ്രോബ്ലം തന്നെയാണ് നമ്മൾ ചെയ്യണേ. അതിനകത്ത് ചെറിയൊരു ചേഞ്ച് വരുമെന്ന് മാത്രം. നമുക്ക് ആ പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, 2018 MTP ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതേ പ്രോബ്ലം തന്നെയാണ് നമ്മുടെ പുതിയ മെറ്റീരിയലിനകത്ത് കിടക്കുന്നത്. പക്ഷേ പുതിയ മെറ്റീരിയലിനകത്ത് പ്രോബ്ലത്തിനകത്ത് അവരെടുത്തിരിക്കുന്ന എമൗണ്ടിനകത്തൊക്കെ ചെറിയൊരു തെറ്റുണ്ട്. മനസ്സിലായി? പിന്നെ പ്രോബ്ലം കംപ്ലീറ്റഡ് അല്ല, ടാക്സ് ലൈബിലിറ്റി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സോ 2018 MTPക്കകത്ത് ഉണ്ടായിരുന്ന അതേ പ്രോബ്ലം തന്നെയാണത്. സോ 18 പ്രോബ്ലം ചെയ്യിപ്പിക്കുമ്പോൾ അറിയാലോ, ടാക്സ് റേറ്റിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് അതുകൂടെ അങ്ങ് ഡിസ്കസ് ചെയ്ത് പോകാം. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വീണ്ടും പറയുന്നു. എന്താ പറഞ്ഞേ? അതായത് എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് ഹോൾഡേഴ്സിന് ടാക്സ് ലയബിലിറ്റി വരും. അതല്ലാത്ത ഇൻകം ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ യൂണിറ്റ് ഹോൾഡേഴ്സിന് ടാക്സ് ലയബിലിറ്റി ഉണ്ടാവില്ല. മനസ്സിലായി? ഇനി ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഇൻകത്തിനകത്ത് എത്രയാണ് എക്സെപ്റ്റഡ് ഇൻകം എന്നും എത്രയാണ് നോൺ എക്സെപ്റ്റഡ് ഇൻകം എന്ന് അറിയില്ല. അതിന്റെ പ്രൊപ്പോർഷൻ കാണും. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനിയിപ്പോൾ പറയുന്നു റൈറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന് നോക്കാം. Okay, DF is a real estate investment trust. It owns house property in different parts of Maharashtra. Besides, it holds a controlling interest in A Limited. A Limited എന്ന് പറയുന്നത് കണ്ടോ, SPV ആണ്. Okay, that means ഈ ട്രസ്റ്റിന്റെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആണ് A Limited എന്ന് പറയുന്നത്. So annual income of DEF for the previous year 17-18, okay, is calculated as under. എന്തൊക്കെയാണ് നോക്കി? The rental income from the property directly owned by DEF. Rental income ആണ് ഏത് ട്രസ്റ്റാ? റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ആണ് അല്ലെ? സോ 23 FCA പ്രകാരം ഇതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? എക്സെപ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അടുത്തത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡയറക്ട്ലി ഓൺഡ് ബൈ DF. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്, ടാക്സബിൾ ആണ്. എക്സെപ്റ്റഡ് അല്ല, ടാക്സബിൾ ആണ്. അടുത്തത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ലിസ്റ്റഡ് ഷെയർസ് ഓഫ് A Limited. സോ ഇതും ടാക്സബിൾ ആണ്. രണ്ടും സെപ്പറേറ്റ് റേറ്റ് ആയിട്ട് കൊടുക്കണമെന്ന് മാത്രം അല്ലെ? അടുത്തത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡയറക്ട്ലി ഓൺഡ് ബൈ DEF. ഓക്കെ, സോ ഒന്ന് ഷെയർ ആണ്, പിന്നെ ഒന്ന് പ്രോപ്പർട്ടി ആണ്. അറിയാലോ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനകത്ത് നമ്മൾ രണ്ട്, അതായത് നോർമൽ ആണെങ്കിൽ നമ്മൾ നോർമൽ ടാക്സ് ലയബിലിറ്റി ആയിട്ട് ചെയ്യും. പക്ഷേ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അടച്ചിട്ടുള്ള ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 15% ടാക്സ് കൊടുക്കും. നമ്മൾ ടാക്സ് റേറ്റിൽ പറയുന്ന അല്ലെ? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ നമ്മൾ 20% ടാക്സ് കൊടുക്കും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുണ്ടോ, 115A പ്രകാരമാണോ വരുന്നത് എന്ന് നോക്കണം. ഓക്കെ, അടുത്തത് ഇൻട്രസ്റ്റ് ഫ്രം A Limited ആൻഡ് ഡിവിഡൻഡ് ഫ്രം A Limited 1023 FC അല്ലെ?
അതായത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അതിന് എക്സെപ്റ്റഡ് ആണ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ 60 ആണ് നമ്മുടെ ഇൻകം. അതായത് കഴിഞ്ഞ വർഷം ടോട്ടൽ 60 കോടി രൂപയാണ് നമ്മുടെ ഇൻകം, 60 കോടി രൂപ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കി, DF ഡിസ്ട്രിബ്യൂട്ടഡ് 50 crore to its unit holders. അതായത് ഈ 60 കോടിയിൽ 50 കോടി രൂപ യൂണിറ്റ് ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുത്തു. മനസ്സിലായി? അത് ഏതെന്നൊക്കെയാണെന്നൊന്നും അല്ല നമ്മളോട് പറഞ്ഞിരിക്കണേ. എക്സംപ്റ്റഡിൽ നിന്നാണോ മറ്റേ ഏതിനകത്തുനിന്ന് ടാക്സബിളിൽ നിന്നാണോ എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ 60 കോടി രൂപയുടെ ഇൻകം ഉണ്ട്, അതിനകത്ത് 50 കോടി രൂപയുടെ ഇൻകം നമ്മൾ വീതിച്ചു കൊടുത്തു. ഓക്കെ. ഇനി എക്സ് വൺ ഓഫ് ദ യൂണിറ്റ് ഹോൾഡേഴ്സ് ഹോൾഡ് 10% ഓഫ് യൂണിറ്റ്സ്. എക്സിന്റെ കൂടെ കണ്ടുപിടിക്കണം. എക്സിന് എത്ര ശതമാനം ഉണ്ട്? 10% യൂണിറ്റ്സ് ഉണ്ട്. 10% യൂണിറ്റ് മീൻസ് 5 കോടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 50 കോടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 5 കോടി രൂപ ആർക്ക് കിട്ടും? എക്സിന് കിട്ടും. മനസ്സിലായി? ഇനി ആൻസർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കി. റെന്റൽ ഇൻകം ഓഫ് ദ പ്രോപ്പർട്ടി ഡയറക്ട്ലി ഓൺഡ് ബൈ DEF 1023 FCA പ്രകാരം ടാക്സബിൾ അല്ല, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അടുത്തത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20 രൂപ ടാക്സബിൾ ആണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 2 രൂപ ടാക്സബിൾ ആണ്. അനദർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 8 രൂപ ടാക്സബിൾ ആണ്. ഇനി എന്തൊക്കെയാ? ഇത് രണ്ടും SPV ആണ്. സോ 1023 FC പ്രകാരം ടാക്സബിൾ അല്ല. സോ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എത്ര വരും? 30 lakhs rupees വരും. 30 crore rupees വരും. 30 കോടി രൂപ വരും. ഇനി ഇതിന്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം അല്ലെ. ടാക്സബിൾ ഇൻകം 30 കോടി രൂപ, ടാക്സ് ലയബിലിറ്റി എത്ര വരും നോക്കേ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20 കോടി രൂപയുണ്ട്. ഓക്കെ. ആ 20 കോടിയിൽ എത്ര ശതമാനം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന്? 20% ടാക്സ് അടയ്ക്കണം അല്ലെ. 20% ടാക്സ് അടച്ചാൽ പോരാ കേട്ടോ. ഈ 15% സർചാർജും 3% സെസ്സും ആണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടും പഴയ റേറ്റ് ആട്ടോ. ഇപ്പൊ സെസ് ഒക്കെ മാറി 4% ആയി. ഈ പറയുന്ന സർചാർജിന്റെ റേറ്റും മാറി. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ. ഇത് ഞാൻ അതുകൊണ്ട് ഓൾറെഡി പറഞ്ഞേ, ഇത് 2018 MTPയിലെ പ്രോബ്ലം. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ മെറ്റീരിയലിനകത്ത് അവർ ബുദ്ധിപൂർവ്വം ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ആ എടുത്തിരിക്കുന്ന എമൗണ്ട് തെറ്റാണ്. അത് നിങ്ങൾ മെറ്റീരിയലിന്റെ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. സോ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാ. ലോങ് ടൈം ക്യാപിറ്റൽ 20 കോടി രൂപ, അതിന് 20% ടാക്സ് കൊടുക്കണം, അതിന്റെ സർചാർജ് പേ ചെയ്യണം, അതിന്റെ സെസ്. ഓക്കെ. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നോക്കാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 2 കോടി രൂപ വരും അല്ലെ. അതിന് 15%, അതിന്റെ എഗെയിൻ സർചാർജും സെസ്സും ഈ പറയുന്ന 104% വരും, പുതിയ റേറ്റ്. ഇനി അടുത്തത് ബാലൻസ് എല്ലാം കൂടെ എത്രയാണെന്ന് നോക്കാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ലാൻഡ് 8 കോടി രൂപ വരും. അത് ഏത് റേറ്റിനകത്താണ്? MMR, മാക്സിമം മാർജിനൽ റേറ്റിനകത്താണ് പറഞ്ഞത്. MMR എത്രയാ? അതായത് നേരത്തെ ആണെങ്കിൽ 30% ടാക്സ് ലയബിലിറ്റി പറഞ്ഞേ അല്ലെ. അതിന്റെ 115% എടുക്കണം, അതിന്റെ 103% എടുക്കണം. ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. അതിന്റെ കൂടെ ഏതും കൂടെ വരും? സർചാർജും കൂടെ വരും, അതിന്റെ കൂടെ സെസ്സും കൂടെ വരും. അങ്ങനെയാണ് 35.535% പറഞ്ഞത് MMR. ഓക്കെ. നമുക്കിതെല്ലാം പുതിയ ടാക്സ് റേറ്റും സ്ലാബും കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓടിച്ച് പറയണേ. നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലങ്ങൾ കയറി വരുമ്പോൾ കമ്പനിയുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്ന നേരത്ത് നമുക്ക് അതെല്ലാം ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മനസ്സിലായി? ഇനി ഇവിടെ നോക്കിയേ, 5 കോടി രൂപ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് മിസ്റ്റർ എക്സിന് 5 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അവിടെ ഏതൊക്കെയാണോ എക്സംപ്റ്റഡ് ഇൻകം അതിനെല്ലാം ഇവിടെ ടാക്സ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? നോക്കിയേ, ടോട്ടൽ 60 കോടിയിൽ 7 കോടി രൂപ എക്സംപ്റ്റഡ് ആയിരുന്നു. മനസ്സിലായോ? ആദ്യത്തേത്. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം? അതിന് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ 5 കോടി ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 60, 58 ലക്ഷം രൂപ വരും. ചെയ്തെങ്ങനെയാന്ന് മനസ്സിലായല്ലോ? മൊത്തം 60 കോടി രൂപയാണ്. ആ 60 കോടി രൂപയിലാണ് നമ്മൾ എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? 50 കോടി രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. സോ അതിനകത്ത് എക്സംപ്റ്റഡ് ഏതൊക്കെയാണെന്നോ അല്ലെങ്കിൽ ലയബിലിറ്റി ഏതൊക്കെയാണെന്നോ നമുക്ക് അറിയില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ. കണ്ടോ, 7 കോടി രൂപ എക്സംപ്റ്റഡ് ആയിരുന്നു, അവിടെ എക്സംപ്റ്റഡ് ആയിരുന്നു. സോ 7 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു എക്സിന് കിട്ടുന്ന എത്രയാ? 5 കോടി രൂപ. സോ എക്സിന് ടാക്സബിൾ എത്രയായിരിക്കും? 58 lakhs ആയിരിക്കും എക്സംപ്റ്റ് ടാക്സ്. അടുത്തത് ഇതാണ്. ഇത് മൂന്നും എക്സിന് എക്സംപ്റ്റഡ് ആയിരിക്കാം. കാരണം എന്താ? ഇതിന് മൂന്നിനും ആര് ടാക്സ് കൊടുത്തിട്ടുണ്ട്? ട്രസ്റ്റ് ടാക്സ് കൊടുത്തിട്ടുണ്ട്. സോ ട്രസ്റ്റിന് എക്സംപ്റ്റഡ് ആണെങ്കിൽ മാത്രമേ ഇവിടെ ലയബിലിറ്റി കയറി വരൂ. അടുത്തത് നോക്കിയേ, ഇൻട്രസ്റ്റ് ഫ്രം എ ലിമിറ്റഡ്. ഇൻട്രസ്റ്റ് ഫ്രം എ ലിമിറ്റഡ് എന്ത് വരും? 5 കോടി രൂപ ഇൻറ്റു 13 ഡിവൈഡ് ബൈ 60 അല്ലെ. ഇൻട്രസ്റ്റ് എത്രയാ നോക്കി? നോക്കി
ഇൻട്രസ്റ്റ് 13 കോടി രൂപയും ഡിവിഡൻഡ് 10 കോടി രൂപയാണ്. സോ ഇൻട്രസ്റ്റ് 13 കോടി രൂപയാണ്, എക്സെപ്റ്റഡ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഏതാ കിട്ടിയിരിക്കണേ? ഡിവിഡൻഡ് ആണ് കിട്ടിയിരിക്കുന്നത്. ഡിവിഡൻഡ് ആർക്കും എക്സെപ്റ്റഡ് ആയിരിക്കും, യൂണിറ്റ് ഹോൾഡേഴ്സിന് എക്സെപ്റ്റഡ് ആയിരിക്കും, ആർക്കും ഈ പറയുന്ന ട്രസ്റ്റിനും എക്സെപ്റ്റഡ് ആയിരിക്കും. കാരണം എന്താ, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കമ്പനി ടാക്സ് അടച്ചതിന് ശേഷമാണ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ. സോ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിയാൽ എല്ലാവർക്കും എക്സെപ്റ്റഡ് ആയിരിക്കും, നമ്മൾ നോർമൽ കമ്പനിയുടെ പ്രൊവിഷൻസിനകത്ത് പറയുന്നത് പോലെ തന്നെ. സോ അതുകൊണ്ടാണ് ആ 10 കോടി രൂപ ഇവിടെയും എക്സെപ്റ്റഡ് ആണ്. കണ്ടോ, ആർക്കും എക്സെപ്റ്റഡ് ആണ്, ഡിവിഡൻഡ് ഫ്രം കമ്പനി എക്സെപ്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് അവിടെ ട്രസ്റ്റിനും എക്സെപ്റ്റഡ് ആയിരിക്കും, ആർക്കും എക്സെപ്റ്റഡ് ആയിരിക്കും, യൂണിറ്റ് ഹോൾഡേഴ്സിനും എക്സെപ്റ്റഡ് ആയിരിക്കും. എന്നിട്ട് യൂണിറ്റ് ഹോൾഡേഴ്സിന്റെ ടാക്സബിൾ ഇൻകം, ടോട്ടൽ ടാക്സബിൾ ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കും, 1.66. സോ ചെയ്ത കാര്യം മനസ്സിലായല്ലോ എന്തൊക്കെയായിരുന്നു? അതായത് ഏതൊക്കെയാണ് 1023 FC പ്രകാരവും FCA പ്രകാരവും എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം എന്ന് നോക്കുക. ആ എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം ട്രസ്റ്റിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് യൂണിറ്റ് ഹോൾഡേഴ്സിന് നമ്മൾ വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ യൂണിറ്റ് ഹോൾഡേഴ്സിന് ആ പോർഷൻ, ആ പ്രപ്പോർഷൻ അനുസരിച്ച് എന്ത് കൊടുക്കേണ്ടി വരും? ലയബിലിറ്റി കൊടുക്കേണ്ടി വരും. മനസ്സിലാവും? അവിടെ ആ എമൗണ്ട് എടുത്തതിനകത്ത് കൺഫ്യൂഷൻ ആവരുത്. അതായത് 5 കോടി രൂപ കിട്ടി, ആ 5 കോടി രൂപയിൽ എത്രയാണ് എക്സെപ്റ്റഡിൽ നിന്നും എത്രയാണ് ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ടാക്സബിളിൽ നിന്നും നമുക്ക് മനസ്സിലാവില്ല അല്ലെ. സോ ടോട്ടൽ 60 ആണ്. ആ 60-ൽ 7 എന്ന് പറയുന്നത് എക്സെപ്റ്റഡ് ആണ്. സോ 7/60 ഇൻറ്റു എക്സിന് കിട്ടിയ ഫൈൻ. നമ്പർ 1 ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ചെയ്യാം, ഡിവിഡൻഡ് ചെയ്യാതിരിക്കാൻ കാരണം അറിയാലോ, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നമുക്ക് ടാക്സ് കൊടുക്കും. സോ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിയാൽ ഒരിക്കലും നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരില്ല? ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടാകും. ഓക്കെ, ഒറ്റ പ്രോബ്ലം നമ്മുടെ മെറ്റീരിയലിനകത്തുള്ളൂ, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ബൈ.